കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ ഈ സന്ദേശയാത്ര അതൊരുപാട് പാഠങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലരും ഈ സന്ദേശയാത്രയെ നിസ്സാരമായി കണ്ടവരുണ്ട്. പക്ഷേ പിന്നീട് അവർക്ക് അനുഭവപ്പെടുന്നത് ഇത് വലിയ ഒരു സന്ദേശയാത്രയായിട്ടാണ്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ച പല ആളുകളുണ്ട്. സമസ്ത അവരെ വിളിച്ചെങ്കിലും ഞങ്ങളില്ല എന്ന് പറഞ്ഞ പല ആളുകളുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒപ്പം കൂടാൻ ആഗ്രഹിച്ച പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സമസ്തയെ മനസ്സിലാക്കുന്ന ആളുകൾക്ക്, യഥാർത്ഥത മനസ്സിലാക്കുന്ന ആളുകൾക്ക് സമസ്തയെ സ്നേഹിക്കാനും ആ സമസ്തയോടൊപ്പം നിൽക്കാനുമല്ലാതെ തോന്നുകയില്ല. അതിന് അള്ളാഹു നല്ല തൗഫീക്ക് നൽകണം. അതുകൊണ്ടാണ് ഏറ്റവും ഇതിലൊക്കെ സജീവ സാന്നിധ്യമുണ്ടാകുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനസ്സ് വന്നത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്കൊക്കെ നല്ല സൽബുദ്ധി നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദീനിനെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നിലനിർത്തുകയും വളർത്തുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം നടത്തുകയും ചെയ്യുന്നതിലൊക്കെ സഹായിക്കാൻ, സഹകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാൻ. എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ മഹത്തായ സന്ദേശയാത്ര അതിന് നേതൃത്വം നൽകി ഈ സമുദായത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി പുത്തുക്കോയ തങ്ങൾ അവരുകളാണ്. പലർക്കും ഇങ്ങനെ സംശയം, സമസ്തക്ക് നേതൃത്വം നൽകാൻ മാത്രമുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ടോ, അദ്ദേഹത്തിനൊന്ന് മാറ്റി നിർത്തിക്കൂടെ എന്ന് ആലോചിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പലരും അത് നമ്മളോടൊക്കെ സംസാരിച്ചത് അപ്പുറം മാറ്റി നിർത്തിയാൽ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്. അതുകൊണ്ട് തന്നെ പലരും പരസ്യമായി പറഞ്ഞു, ഈ സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല, അതുകൊണ്ട് ഡ്രൈവറെ ഒന്ന് മാറ്റി നിർത്തണം എന്ന്.